ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരും കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നമ്മളെ സച്ചി രേവതിയോട് വിളിച്ച് പറയാണ്, നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുവരെ. ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് പിടിക്കില്ല എന്നും നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ രേവതി അത് കേട്ടപ്പോൾ തന്നെ പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. വിശന്നിട്ട് വയ്യ, ഞാനിതാ വരുന്നു. ആ ശരി, എന്നാൽ ഇങ്ങോട്ട് വാ. അത് കേട്ടതും രേവതി പേഴ്സ് കൊടുത്തിട്ട് ഓടുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നാലെ വന്ന അമ്മ ചോദിക്കുകയാണ്, മോളെ നീ എങ്ങോട്ട് പോവുക, നീ എന്താ എവിടെ പോവുക എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ രേവതി ഒന്നും കണക്കിലെടുക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, വേഗം ഓടി പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കി കൊടുക്കണമല്ലോ സച്ചി വരുമ്പോഴേക്കും, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ശ്രീകാന്തും വർഷയും പോവുകയാണ്. അതായത് ഏകദേശം കുറച്ച് ബാക്കൊക്കെ മാറി രണ്ടുപേരും എന്നിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവളെ ഒരു സ്ഥലത്ത് എത്തിച്ച് ഇറക്കി കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അവൾ വിടുന്നില്ല, അവൾക്ക് അവൻ തന്നെ വേണം എന്നുള്ള ഒരു ധാരണയിലാണുള്ളത്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം ഓർത്തിട്ട് ഇത് നടക്കാതെ ഇരിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ വിടാനും ശ്രമിക്കുന്നില്ല. അപ്പോൾ അവൾ പറയാണ്, ശ്രീകാന്ത് വണ്ടി ഒന്ന് നിർത്ത്, എന്തിനാണ് ഇവിടെ നിർത്തുന്നത്, അത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവുകയാണ്. ഒരു സ്ഥലത്ത് പോയി അങ്ങനെ. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നിനക്ക് എന്താ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ അവൾ പറയാണ്, നീ എന്താ ഒരു മാതിരി ഒരു അന്യരോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നു എന്ന് പറയാണ്. നീ എന്താ എന്നോട് ഇതുവരെയും മിണ്ടാതിരുന്നത്, അതാദ്യം പറയും. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ വർഷ, നമ്മുടെ 2 പേരുടെയും അച്ഛന്മാർ തമ്മിൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പം നിൻ്റെ അച്ഛൻ പറഞ്ഞത് ആ ഒരു കാര്യം കൊണ്ട് നീ എന്നോട് മിണ്ടാതിരുന്നു അല്ലേ? അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുമോ? അല്ല അത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അല്ല ശ്രീകാന്ത്, നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണോ കാണുന്നത്? അതെ, അല്ലാതെ എന്താ? അത് നിനക്ക് എൻ്റെ കണ്ണുകളിൽ നോക്കി പറയാമോ? നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും, പക്ഷേ നീയായിട്ട് അത് എന്നോട് പറയുന്ന ഞാൻ ഇതുവരെ കരുതിയത്. എനിക്ക് ജോലിയുണ്ട് വർഷ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം. നീ ഒരു ഓട്ടോ പിടിച്ച് നിൻ്റെ വീട്ടിലെത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കേ. ഞാനൊരു ഓട്ടോ പിടിച്ചു തരാം. അപ്പോൾ വർഷ പറയാണ്, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക്. എന്താ നിനക്ക് പേടിയാണോ? വർഷ, നീ എന്തോ കൺഫ്യൂഷനിലാണ് ഉള്ളത്. ചെല്ല്, എനിക്ക് തിരക്കുണ്ട്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല, നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സായിട്ട് ആരുമില്ല. ഞാൻ എൻ്റെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും കാലം. ഇതിനു മുമ്പ് എനിക്ക് ആരുമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നെ കണ്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, പക്ഷേ നിന്നെപ്പോലെ എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവനൊരു വല്ലാതെ നിസ്സഹായ അവസ്ഥയിലായി. അവൻ ചോദിക്കുകയാണ്, വർഷ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഞാനൊരു മിസ്റ്ററി പോലെയാണ്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രീകാന്ത്. നീ വന്നതിന് ശേഷം, നിന്നെ കണ്ടതിന് ശേഷം എൻ്റെ ലൈഫ് കളർഫുള്ളായത്. ഇതൊക്കെ കേട്ടിട്ടും ശ്രീകാന്ത് മുഖം കൊടുക്കാതെ തിരിയാണ്. അപ്പോൾ അവൾ വീണ്ടും പറയാണ്, എനിക്ക് നിന്നെ മനസ്സിലാവും. എനിക്ക് മനസ്സിന് പിടിക്കാത്തവരെ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ തുടങ്ങിയത് തന്നെ വഴക്കിലാണ്, പക്ഷേ എന്നിട്ടും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുന്നില്ല. നിൻ്റെ കാര്യത്തിൽ, അതായത് നിന്നോടുള്ള ഈ അടുപ്പത്തിൻ്റെ പേരിൽ എനിക്ക് എന്താ പറ്റിയത് തന്നെ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഒരാളെ വെറുക്കാൻ നമുക്ക് 1000 കാരണങ്ങൾ പറയാം, പക്ഷേ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് കാരണം പറയാൻ കഴിയത്തില്ല. ഞാൻ ആരെയെല്ലാം കാണുന്നു, ആരോടെല്ലാം അടുക്കുന്നു, പക്ഷേ ഇതുവരെ നിന്നോടുള്ള ഒരു അട്രാക്ഷൻ അവരോട് ആരോടും എനിക്കുണ്ടായിട്ടില്ല. വർഷ പ്ലീസ് എന്ന് പറഞ്ഞവൻ കൈകൊണ്ട് വിലക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൾ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് അവൾ സ്നേഹത്തോടെ ആ കയ്യിൽ പിടിക്കുകയാണ്. യെസ് ശ്രീകാന്ത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയും എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. പ്രണയിക്കുന്ന എല്ലാവരും പറയും, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും, ജീവിതകാലം മുഴുവനും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്നും ഞാൻ നിന്നെ പ്രണയിച്ചു കൊണ്ടേയിരിക്കും എന്നൊക്കെ. പക്ഷേ ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും പറയുന്നില്ല. പിന്നീടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാറേയില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം എന്താണോ നടക്കുന്നത് അതാണ് പ്രഷ്യസ് എന്നാണ് ഞാൻ കരുതുന്നത്. നിന്നോടുള്ള പ്രണയം ഓരോ സെക്കൻഡും എന്നിൽ കൂടി വരികയാണ് ശ്രീകാന്ത്. നീ എൻ്റെ ലൈഫിൽ വേണം. ഐ ലവ് യു ശ്രീകാന്ത്. വർഷ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ. ഏയ് ഒന്നും പറയണ്ട. ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അത് എൻ്റെ വിഷയമല്ല.
നീയുമായി എനിക്ക് എൻ്റെ ലൈഫ് ഷെയർ ചെയ്യണം. അത് മാത്രമാണ് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ കറക്റ്റ് സമയത്തിന് അവളുടെ വർഷയുടെ അച്ഛനും അമ്മയും വണ്ടിയുമായി അവിടെ എത്തിയിട്ടുണ്ട്. ഒരല്പം ദൂരെ മാറി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. ആര് വിചാരിച്ചാലും എൻ്റെ ഈ തീരുമാനം ആർക്കും മാറ്റാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചാൽ പോലും, പിന്നെ പറയാണ് നീ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയില്ല. അച്ഛൻ അമ്മയുടെ അടുത്ത് പറയാണ്, ആ രവീന്ദ്രൻ്റെ മകളോടാണ് സംസാരിക്കുന്നത്. മനസ്സിലായി. ഇനി അവൾ പറയാണ്, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നിന്നെ, ഐ ലവ് യു എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് പറയാണ്, വർഷ ഇതൊക്കെ നീ ഒന്നും പറയണ്ട, എനിക്ക് നിന്നെ ഇഷ്ടം. അത് തുറന്ന് പറയാനും പ്രകടിപ്പിക്കാനും എനിക്കൊരു പേടിയുമില്ല. പിന്നെ അവൾ അവനെ അവളോട് അടുപ്പിക്കുകയാണ്. എന്നിട്ട് കവിളിൽ ഉമ്മ വയ്ക്കുകയാണ്. അപ്പോൾ അത് കണ്ട അച്ഛനും അമ്മയും എന്നിട്ട് അവൾ പറയാണ്, പോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യും നിൻ്റെ മറുപടിക്കായിട്ട്. ഞാൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാം. എന്നെ പ്രണയിക്കുന്നു എന്ന് നീ പറയുന്നത് കേൾക്കാനായിട്ട്. അവൾ പിന്നെ അവിടെ നിന്നില്ല, അവൾ പോവുകയാണ്. ശേഷം അച്ഛനും അമ്മയും അതും അവിടെ നിന്ന് പോയി. അവർ ഡോറൊക്കെ അടച്ച് അവരും പോയി. പിന്നെ ശ്രീകാന്ത് ഒരു വല്ലാത്ത രീതിയിൽ അവിടെ തന്നെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണം എന്നറിയാതെ. പിന്നെ കാണിക്കുന്നത് നമ്മളെ സുധിയെയാണ്. സുധി അതായത് വണ്ടി ഷോറൂമിൽ സെയിലിന് നിന്ന ആളാണ്. അപ്പോൾ ഒരു വണ്ടി ഏകദേശം കച്ചവടമാകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കയറി ഇരുന്നിട്ടാണുള്ളത് അവൻ. അയാൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, 5 പാസഞ്ചേഴ്സിന് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ട്രിപ്പിനൊക്കെ വളരെ നല്ല വാഹനമാണിത്. പിന്നെ വാതോരാതെ പറയാണ്. പിന്നെ ഇതിൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കാണ് അയാൾക്കൊരു ഫോൺ കോൾ വന്നത്. 1 മിനിറ്റ്. ഓക്കെ സാർ. നന്ദന പറയ്, ഞാൻ അടുത്ത് തന്നെയുണ്ട്. എന്താ? ഞാൻ ഉടൻ വരാം. പിന്നെ സുധി പറയാണ്, സാർ ഇപ്പം തന്നെ 7 പ്രാവശ്യം നമ്മൾ വണ്ടി നിർത്തി. അല്ല, 7 തവണയായിട്ട് കാർ ഇങ്ങനെ നിർത്തുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോറൂമിലേക്ക് തിരികെ എത്താൻ ലൈറ്റാവും. എന്നാൽ ഒരു കാര്യം ചെയ്യ്, താൻ വണ്ടി എടുക്ക്, ഞാൻ അവിടെ ഇരിക്കാം. അല്ല സാർ, എടോ എനിക്ക് ഇനിയും കോൾ വരും, താൻ വണ്ടി എടുക്ക്. അല്ല സാർ ഞാൻ. പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് അയാൾ പറയാണ്, എടോ ഇത്രയും ഓടിച്ചപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ താൻ വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി താനെടുത്തോ, ഞാൻ ഇറങ്ങാം, അപ്പുറത്തിരിക്കാം. പിന്നെ അദ്ദേഹം വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അനിയ, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, അതിലേ പോകാം. സാർ നമുക്ക് ഷോറൂമിലേക്ക് തിരികെയല്ലേ പോകേണ്ടത്? അതെനിക്കറിയാം, പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ടെസ്റ്റ് ഡ്രൈവിന് ഇത്ര ദൂരെ പോകാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അയാൾ പറയാണ്, എടോ തൻ്റെ MD എനിക്കറിയാം, തൻ്റെ MDയും ഞാനും തമ്മിലുള്ള ബന്ധം തനിക്കറിയില്ല. ഞാൻ പറഞ്ഞോളാം അവനോട്, താൻ പേടിക്കാതെ വണ്ടി വിട്, വീട്ടിലേക്ക് പോവാം. പിന്നെ വീടെത്തി. അപ്പോൾ രണ്ടുപേരും ഇറങ്ങി. എന്നിട്ട് സാറ് പറയാണ്, ഇതാണ് എൻ്റെ വീട്, താനിവിടെ നിൽക്ക്, ഞാനവിടെ പോയിട്ട് വരാം. അപ്പോൾ അയാൾ പോയതിന് ശേഷം പറയാണ്, ശ്രുതി ഇതാ ഞാൻ ഇങ്ങനെ കണ്ട ജോലിക്കൊന്നും വരാത്തത്. ശ്രുതിക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലും ആവത്തില്ല. അയാൾ അവിടെ എത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താ നന്ദന? അപ്പോൾ നന്ദന പറയാണ്, സെർവൻറ്റ് വന്നിട്ടില്ല, മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, ചേട്ടൻ വണ്ടി എടുക്ക്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ടെസ്റ്റ് ഡ്രൈവിങ്ങിന് ഇറങ്ങിയതാ, ഈവനിങ്ങിൽ പോയാൽ പോരെ? പോരാ, എൻ്റെ അനിയനും ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്, ചിക്കനും മട്ടനും ഒക്കെ വാങ്ങണം. അവർ കുറേ നാൾ കൂടിയിട്ട് വരുന്നതല്ലേ, അപ്പോൾ ആഘോഷമാക്കാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? അതിന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പോകുന്നേ, ആളെ വിടാം, അവരുടെ അടുത്ത് നമുക്ക് ലിസ്റ്റ് കൊടുക്കാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റാക്കി എഴുതിക്കോ. അവർ ശ്രുതിയെ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി ബാക്കിൽ നോക്കുകയാണ്, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. വേറെ ആരുമില്ല. അപ്പോൾ പറയാണ്, തന്നെ ഇങ്ങോട്ട് വാ. എന്താ സാർ? ഇവിടുന്ന് നേരെ ചെന്നാൽ ഒരു മാർക്കറ്റുണ്ട്, നീ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാ. നന്ദന, എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് പറ. നന്ദന പറയാണ്, 2 കിലോ മട്ടൻ, 2 കിലോ ചിക്കൻ എന്നൊക്കെ കണക്ക് കൊടുക്കുകയാണ്. ചിക്കൻ വേണ്ട നന്ദന, ചിക്കൻ ചൂടാ, കരിമീൻ മതി. പിന്നെ ശ്രുതിയോട് പറയാ, എടോ ഒരു 2.5 കിലോ കരിമീൻ കൂടെ വാങ്ങിച്ചോളൂ. വരുന്ന വഴിക്ക സൂപ്പർ മാർക്കറ്റ്, അവിടെ ഒന്ന് കയറണം, പായസത്തിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കണം. പെട്ടെന്ന് ശ്രുതിക്ക് ചൂടായി. അപ്പോൾ ശ്രുതി പറയാണ്, മതി, നിർത്ത്. എന്താ അനിയ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്രുതി പോക്കറ്റിൽ നിന്നും ID കാർഡ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമെങ്കിൽ ഇതൊന്ന് നോക്ക്, എൻ്റെ പേരിന് താഴെ എൻ്റെ ഡിഗ്രീസ് എഴുതിയിട്ടുണ്ട്.
ഇത്രയും ഡിഗ്രിയുള്ള എന്നോടാണോ പോയി കരിമീൻ വാങ്ങാൻ പറയുന്നത്? പിന്നെ സുധി തിരിച്ചു പോയിക്കാണ്, അല്ല നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്? ഒന്നുമില്ല അല്ലേ? എന്നാൽ മിണ്ടാതിരിക്കണം. ആളുകളെ അറിഞ്ഞ് സംസാരിക്കണം. ഞാനെന്താ നിങ്ങളെ സെർവൻ്റാണോ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുവാൻ? എൻ്റെ ഗതികേട് കൊണ്ടാ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, അറിയോ? എടോ, അതിന് താനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ സാധാരണ ചെയ്യുന്നതല്ലേ. പറഞ്ഞതനുസരിക്ക്. അതിന് സാറേ അല്ല, ഇനിയിപ്പോൾ എന്തോന്ന് സാറ്? താൻ പോയി വേറെ ആളെ നോക്ക്. എടോ, താൻ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ആരായാലും തനിക്കെന്താ? 10 കാശ് കയ്യിലുണ്ടെന്ന് കരുതി ആ അഹങ്കാരം എന്നോട് കാണിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള അത്രയും കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെക്കാൾ 10 മടങ്ങ് വലിയ ആളായനെ. പറയാണ്, ഡോ എന്തോന്ന് ഡോ, നിങ്ങൾ കാറും വാങ്ങണ്ട, ഒരു മണ്ണാങ്കട്ടയും വാങ്ങണ്ട, പോയി വേറെ ജോലി നോക്ക്. എടാ, നിൻ്റെ മുതലാളി ഇതറിഞ്ഞാൽ എന്തുണ്ടാവുമെന്നറിയോ? എന്തുണ്ടാവാനാ? നിങ്ങളെപ്പോലെയുള്ളവർക്ക് കാറ് വിൽക്കുന്നില്ല എന്ന് ഞാൻ മുതലാളിയോട് പോയിട്ട് പറയാൻ പോവാ. പോയി മാർക്കറ്റിൽ ചെന്ന് കരിമീൻ വാങ്ങിക്ക്. അതും പറഞ്ഞ് സുധി വണ്ടിയുമായി പോയി. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറയാണ്, വൃത്തികെട്ടവൻ, അവന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ആ കാർ ഷോറൂമിലെ MD വിളിക്കുകയാണ്. MD വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സുധി അവിടെ എത്തുമ്പോഴത്തേക്കിന് റിസൾട്ട് റിപ്പോർട്ടൊക്കെ അവിടെ എത്തിയിരുന്നു. എന്താ അവിവേകാടോ താൻ കാണിച്ചത്? ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ താൻ കൂടെ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞത്. സാർ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാർ. അവരാ എന്നോട് മര്യാദയില്ലാതെ പെരുമാറിയത്. അപ്പോൾ MD പറയാണ്, ആവശ്യം നമ്മുടേതാ. അപ്പോൾ അവർ പറയുന്നത് അനുസരിക്കുക, കസ്റ്റമറെ പിണക്കാതിരിക്കുക, അതാ വേണ്ടത്. സാർ, ഒരു സർവൻറ്റിനോടെന്ന പോലെയാ അദ്ദേഹവും ഭാര്യയും എന്നോട് പെരുമാറിയത്. മാർക്കറ്റിൽ പോയിട്ട് വാ, തിരിച്ചു വരുമ്പോൾ കരിമീൻ വാങ്ങിയിട്ട് വാ, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാ എന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ MD പറയാണ്, മാർക്കറ്റിൽ പോകാനല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ, പകരം ട്രെയിന് തലവെക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ പിണക്കാതിരിക്കണമായിരുന്നു. ഈ കാരണം എനിക്ക് എത്രയോ ലോസ് എന്നറിയോ? അദ്ദേഹം പോട്ടെ സാർ, വേറെ കസ്റ്റമറെ കണ്ടുപിടിച്ച് സാറിന് കാറ് ഞാൻ സെയിൽ ചെയ്ത് തരാം. ഒണ്ട ചെയ്യും നീ, ഒണ്ട. 1 കോടിയുടെ ഡീലാ താൻ നഷ്ടപ്പെടുത്തിയത്. 1 കോടിയുടെ ഡീലോ? എന്നാൽ സാർ എന്നോട് നേരത്തെ പറയണ്ടേ? എല്ലാം നിന്നോട് പറയണോ? പറഞ്ഞ ജോലി ചെയ്യാനും അറിയില്ല. എവിടുന്ന് വരുന്നടാ നീ? അദ്ദേഹം ദേഷ്യം പിടിച്ച് പോവുകയാണ്. ബാക്കിയുള്ള ആൾക്കാരുകളൊക്കെ അവിടെ നിന്ന് ചിരിക്കുകയാണ് പരസ്പരം നോക്കിയിട്ട്. സാറ് വിഷമിക്കാതിരിക്കെ, ഒന്നല്ല ഒരു 10 ആൾക്കാരെ ഞാൻ പിടിച്ചു തരും സാറിന്. 10 കോടി വിലയുള്ള കാർ വാങ്ങിക്കുന്ന സെയിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ പിന്നെ പിടിക്കും. വെറും വാ മാത്രമേ ഉള്ളൂ നിനക്ക്, വേറെ ഒന്നുമില്ല. നിന്നെക്കൊണ്ട് ഒരു കാര്യവുമില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും എനിക്കെത്ര ഡിഗ്രി ഉണ്ടെന്നൊക്കെ സാറിന് അറിയാലോ. അത് നിൻ്റെ പോക്കറ്റിലിട്ട് നടന്നോ? വലിയ കമ്മീഷനാണ് നീ ഇന്ന് നഷ്ടപ്പെടുത്തിയത്. നിനക്ക് ഇവിടെ ജോലി തരുമ്പോൾ കസ്റ്റമറെ ദൈവത്തെപ്പോലെ കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അപ്പോൾ സുധി ചോദിക്കുകയാണ്, സാറേ, ദൈവം കരിമീനൊക്കെ വാങ്ങാൻ പറഞ്ഞുവിടോ സാറേ? അതെ, ദൈവം എന്തു പറയും അത് നമ്മൾ അനുസരിക്കണം. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കണ്ടിട്ട് ദൈവം നമുക്ക് വരം തരും. ആ വരവും അനുഗ്രഹവും നീ ഇപ്പോൾ ഇല്ലാതാക്കിയത്. ഞാനും ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ വെറും പഠിപ്പൊന്നും മാത്രം പോരാ. പഠിപ്പും ഡിഗ്രിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തന്നെ വെച്ചിരുന്നതിനെ കൊണ്ട് കാര്യമില്ല. ക്ഷമയും വിനയവും മനസ്സറിവും ഒക്കെ വേണം. നിനക്കാണെങ്കിലോ ഇതൊന്നുമില്ല. സാറേ, ഞാൻ കല്യാണം കഴിച്ചതാണ്, എനിക്കൊരു ജോലി വേണം എന്നൊക്കെ കെഞ്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാനിവിടെ ജോലി തന്നത്. അതിപ്പോൾ കുഴപ്പമായി. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുമോ? ബുദ്ധിയുണ്ട് സാർ. ബുദ്ധി കല്യാണത്തിന് മുമ്പ് ഡിഗ്രിയൊക്കെ നോക്കും. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും മറക്കും. കെട്ടിയ പെണ്ണിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, അവൻ ജോലിക്ക് നന്നായിട്ട് പോകുന്നുണ്ടോ എന്നേ പിന്നെ നോക്കൂ. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു വിലയും കാണില്ല. ഒരു വിവരവും ഇല്ലാത്തവനാ നീ. നിന്നെ ഇവിടെ നിർത്തിയാൽ നീ ഈ കാർ ഷോറൂം പൂട്ടിക്കും. നിനക്കിനി ഇവിടെ ജോലിയില്ല. സാർ പോയിക്കോ. പിന്നെ അവൻ വേക്കെന്ന് പോവാണ്. സാർ അങ്ങനെ പറയല്ലേ സാർ. സാർ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കോടിയുടെ ഡീലില്ലേ സാർ, അത് നടക്കും സാർ. എങ്ങനെ? അത് സാറ് എനിക്ക് വേണ്ടി അയാളുടെ കാല് പിടിച്ചൊന്ന് മാപ്പ് പറയണം. എന്ന് പറഞ്ഞാൽ അയാൾ ചെപ്പുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി നീ ഇവിടെ നിന്നാൽ കാറ് കയറ്റിക്കൊല്ലും നിന്നെ ഞാൻ. എല്ലാവരും പോയി. പിന്നെ അവിടെ കൂടി നിന്നവരൊക്കെ അതും പോയി. അപ്പോൾ സുധി തനിച്ചായി. പിന്നെ കാണിക്കുന്നത് വർഷയുടെ അമ്മയെയും അച്ഛനെയുമാണ്. അപ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് പറയാണ്, മാനം പോയില്ലേ,
എന്താ അവൾ ഈ കാണിക്കുന്നത്? നടു റോട്ടിൽ വെച്ച് എന്താ അവൾ കാണിച്ചത്? അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ഏറ്റുപിടിക്കും. അവളുടെ പക്ഷം ചേരും. നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവളുടെ കാലും കൈയും ഒടിച്ച് വീട്ടിൽ കിടത്തുക വേണ്ടത്. ഒരു നാണോ ഇല്ലാതെ നടു റോട്ടിൽ വെച്ച് അവളെ പയ്യനെ നിങ്ങളാണെങ്കിലോ അവളുടെ ഇഷ്ടത്തിന് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. മൈമ, നീ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് അവളോട് സംസാരിക്കാം. അവളോട് സംസാരിക്കുകയല്ല വേണ്ടത്, രണ്ടെണ്ണം പൊട്ടിക്കുക വേണ്ടത്. ആ പയ്യൻ അവളുടെ ഫ്രണ്ടൊന്നുമല്ല. ഫ്രണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നമ്മളെ കബളിപ്പിക്കുക അവൾ പോകുന്നതേ സ്റ്റുഡിയോയിലേക്കൊന്നുമല്ല, അവൻ്റെ കൂടെ കറങ്ങാനാ. അതും ആ രവീന്ദ്രൻ്റെ മകൻ്റെ കൂടെ. നിങ്ങളെ അപമാനിക്കുകയും തോൽപ്പിക്കുകയും ചെയ്ത അയാളുടെ മകൻ്റെ കൂടെ. അയാൾ മകനെ ഇറക്കി വിട്ടതാണെന്നാണ് തോന്നുന്നത്, മകളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. മകളെ കൈക്കലാക്കി നിങ്ങളോട് പ്രതികാരം ചെയ്യുക അയാൾ. എന്തിനു അവനെ പറയണം? എല്ലാം അറിഞ്ഞിട്ടും അവൻ്റെ വലയിൽ വീണ നമ്മളെ മകളെ പറഞ്ഞാൽ മതിയല്ലോ. അവളിങ്ങ് വരട്ടെ, വേണ്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ. മൈമേ, നീ ഒന്നും മിണ്ടാതിരിക്ക്. നിനക്ക് അറിയാവുന്നതാണല്ലോ അവളുടെ സ്വഭാവം. കയർത്ത് പറഞ്ഞാൽ അവൾക്ക് വാശി കൂടുകയും ചെയ്യും. പിന്നെ അവനെ കാണരുത് എന്ന് പറഞ്ഞാൽ അവൾ കൂടെ പോയി കാണുകയും ചെയ്യും. ഇതല്ലേ അവളുടെ സ്വഭാവം എന്ന് കരുതി എല്ലാം കണ്ടില്ല എന്ന് നടിക്കണോ? എങ്ങനെ പറയണം, ആരോട് പറയണം എന്നൊക്കെ എനിക്കറിയാം. നീ മിണ്ടാതിരിക്ക്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത ഭാഗം എന്താണെന്ന് അറിയണ്ടേ? പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.